അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ വിദ്യാർത്ഥിനികളുടെ അവരുടെ പരീക്ഷ അടുത്തു വരികയാണ്. അവരുടെ എക്സാം അടുത്തു വരികയാണ്. സ്കൂൾ എക്സാം, അതേപോലെ തന്നെ മദ്രസ എക്സാമും പരീക്ഷകൾ അടുത്തു വരുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്ന നമ്മുടെ ഉസ്താദന്മാർ നമുക്ക് പഠിപ്പിച്ച വെച്ച അത്ഭുത സ്വലാത്തും സൂറത്തും ഒരു ദിക്റും കൂടിയാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ ഈ സ്വലാത്തും നല്ല രൂപത്തിൽ പഠിച്ച് അവകൾ ചൊല്ലാൻ ശ്രമിക്കണം. നല്ല വിജയമുണ്ടാകും. പഠിച്ചതൊന്നും മറക്കാത്ത രൂപത്തിൽ എക്സാം ഹാളിൽ, പരീക്ഷ ഹാളിൽ നല്ല രൂപത്തിൽ നിങ്ങൾക്ക് ലഭിച്ചതായ പേപ്പറുകളിൽ നല്ല രൂപത്തിൽ പഠിച്ച മുഴുവൻ കാര്യങ്ങളും അത് ഓർമ്മയിൽ വരികയും നല്ല രൂപത്തിൽ എഴുതാൻ പറ്റും. നല്ല വിജയം അല്ലാഹു തആല നിങ്ങൾക്ക് ആ എക്സാമിൽ തരും, ഉറപ്പാണ്. അല്ലാഹു തആല നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചെയ്യേണ്ട ഒരു കാര്യം, ഇനി മുതലുള്ള ദിനങ്ങളിൽ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുക. തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ഈ പറയാൻ പോകുന്ന സ്വലാത്തിന് 4 തവണ വീതം പാരായണം ചെയ്യുക. ഈ പറയാൻ പോകുന്ന സ്വലാത്ത് 4 തവണ ചൊല്ലണം. എക്സാം ഉള്ള ദിനം, പരീക്ഷ ഉള്ള ദിനം തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ഇതേ സ്വലാത്തിന് 12 തവണ വീതം ചൊല്ലണം. എക്സാം ഉള്ള ദിനങ്ങളിൽ 12 തവണ വീതം, മറ്റുള്ള ദിനങ്ങളിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം 4 തവണ. അതേപോലെ തന്നെ എക്സാം ഹാളിലേക്ക്, പരീക്ഷ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പായി 4 തവണ വീതം ഈ സ്വലാത്ത് ചൊല്ലണം. അതേപോലെ തന്നെ ഏതാണ് സ്വലാത്ത്? ഏതാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ മുഹയ്യിൻ നുഫൂസി സ്വലാത്തൻ തുസ്ഇദുനാ ബിഹാ ഫീ ജമീഇ ദുറൂസി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഈ സ്വലാത്താണ്. അതേപോലെ തന്നെ 5 വഖ്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം വലത് കൈ ഇടത് നെഞ്ചത്തേക്ക് വെച്ച് അലം നശ്റഹ് ലക സദറക എന്ന സൂറത്ത് മുഴുവനായും 3 തവണ പാരായണം ചെയ്ത് നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഊതി കൊടുക്കുക. 3 തവണ വീതം ഓരോ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം അലം നശ്റഹ് ലക സദറക എന്ന സൂറത്ത് ഓതി നെഞ്ചിലേക്ക് ഊതുക. അതേപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ദിക്ർ, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 5 വഖ്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ ഉണ്ടാകും, പ്രാർത്ഥനകൾ ഉണ്ടാകും. അതൊക്കെയും കഴിഞ്ഞതിന് ശേഷം യാ ബാഖി യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ് എന്ന ദിക്ർ 113 തവണ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നല്ല വിജയം അല്ലാഹു തആല തരും. അല്ലാഹു തആല തരട്ടെ. നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലാഹു തആല ഉന്നത വിജയം കൊടുത്ത് ഉന്നത സ്ഥാനത്തേക്ക് അല്ലാഹു തആല എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞ കാര്യം മറക്കാതെ ചെയ്യുക. അല്ലാഹു തആല നല്ല വിജയം തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.